കെ.എം. ഷാജി മുസ്ലിം ലീഗിൻ്റെ സ്വന്തം തദ്ദേശ സ്വയംഭരണ മന്ത്രി തിരുവനന്തപുരം നഗരസഭയിലെ വാഴത്തോണം കൗൺസിലർ ആർ സുഗതനെ അവധിക്ക് അപേക്ഷിക്കാൻ പോലും അനുവദിക്കരുത്, ഒരു ആനുകൂല്യം നൽകരുത് എന്ന് ഫയലിൽ നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി എഴുതി വച്ച അതേ കെ.എം. ഷാജി എന്ന തദ്ദേശ മന്ത്രി. ഒരുപക്ഷെ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിൻ്റെ അതികായൻ കഴിഞ്ഞാൽ പിന്നെ കെ.എം. ഷാജിയാണ് ഇപ്പോൾ ലീഗിൻ്റെ മുഖം, ലീഗിൻ്റെ ശബ്ദം, ലീഗിൻ്റെ വക്താവ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒരു കാര്യവുമില്ലാതെ കൊമ്പ് കോർത്തു തുടങ്ങിയിരിക്കുകയാണ് കെ.എം. ഷാജി. കാരണം മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി UDF-ലുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണമല്ലോ, അതായിരിക്കും കാരണം. പക്ഷേ കെ.എം. ഷാജി മറ്റ് ഏത് മന്ത്രിമാരും ചെയ്യുന്നതിനേക്കാൾ ആദ്യം UDF സർക്കാർ, വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് ഷാജി ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതെല്ലാം മുന്നണിയിൽ ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യുമെന്നും ഷാജി പറയുന്നു. കളി വി.ഡി. സതീശനാണെന്ന് ഷാജി ഒന്നുകൂടി ഒന്ന് ഓർക്കണം. ഇപ്പോഴെന്താണ് വിഷയം? വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കൊല്ലം കരുനാഗപ്പള്ളിയിൽ മഠത്തിൽ ചെന്ന് അമൃതാനന്ദമയ്യെ കണ്ടു. ഇതാണിപ്പോൾ കെ.എം. ഷാജിക്ക് പിടിക്കാത്തത്. അമൃതാനന്ദമയ്യോടും അമൃതാനന്ദമയി മഠത്തിനോടും ഷാജിക്കുള്ള നീരസവും ദേഷ്യവുമൊക്കെ പുതുതൊന്നുമല്ല. പണ്ട് മന്ത്രി സജി ചെറിയാൻ അമൃതപുരിയിലെത്തുകയും അമൃതാനന്ദമയുടെ ജന്മദിനത്തിൽ അമ്മയെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ചിത്രങ്ങൾ ഏറെ വിവാദമായിരുന്നു. ആർക്ക്? ലീഗിന്, കേരളത്തിനല്ല. അന്ന് എന്താണ് കെ.എം. ഷാജി പറഞ്ഞത്? മന്ത്രിസ്ഥാനത്തുള്ളൊരു വ്യക്തി ആൾ ദൈവമായ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുന്നതും ദർഗയിൽ പോയി തുണി വിരിക്കുന്നതും ഒരുപോലെ തെറ്റാണെന്നാണ് കെ.എം. ഷാജിയുടെ അന്നത്തെ പരാമർശം. അതെ, ദർഗയിൽ പോയി ഒരു മന്ത്രി പച്ചത്തുണി വിരിച്ചാൽ അത് തെറ്റാണെന്ന് കെ.എം. ഷാജി ഇപ്പോൾ പറയുന്നു, അന്നും പറഞ്ഞു. ഇപ്പോഴെന്താണ് ഈ വിഷയം? തൻ്റെ അതേ നിലപാടിൽ, മേൽപ്പറഞ്ഞ അതേ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. വി.ഡി. സതീശനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് അങ്ങനെ കെ.എം. ഷാജി. തൻ്റെ പഴയ പ്രസംഗത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. നിലപാടുകൾ മാറ്റേണ്ടത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണം. താൻ അങ്ങനെ ചെന്ന് ചോദിക്കില്ല എന്നും ഷാജി ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഷാജി പറഞ്ഞത്, സർക്കാരുമായി പല കാര്യങ്ങളിലും തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതെല്ലാം മുന്നണിയിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തരത്തിൽ ചർച്ച ചെയ്യും. പക്ഷേ PM ശ്രീയിൽ സർക്കാരിനൊപ്പം ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മന്ത്രി പ്രതികരിക്കുന്നു. PM ശ്രീയിൽ യോജിക്കാനും വിയോജിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മുന്നണിയിൽ വിയോജിപ്പ് അറിയിക്കേണ്ട സമയത്ത് താൻ അറിയിക്കും. പക്ഷേ അമൃതാനന്ദമയി മഠത്തിലെത്തി, അമൃതപുരിയിലെത്തി അമൃതാനന്ദമയ്യെ മുഖ്യമന്ത്രി കണ്ടത് ഒട്ടും ശരിയായില്ല എന്നാണ് ഇപ്പോൾ കെ.എം. ഷാജി പറയുന്നത്. കെ.എം. ഷാജിയല്ലേ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ മുന്നണി വക്താവല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് അമൃതാനന്ദമയി ചെയ്ത തെറ്റ്? വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും സംസ്ഥാനത്തൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോഴും ഏത് ദുരന്തമുണ്ടായപ്പോഴുമൊക്കെ അവിടെ കൈയച്ച് സഹായിക്കാൻ മഠമുണ്ടായിരുന്നു, അമൃതാനന്ദമയിയും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർക്കൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് മന്ത്രി സജി ചെറിയാൻ അമൃതപുരിയിലെത്തി അമൃതാനന്ദമയ്യെ ജന്മദിനത്തിൽ കണ്ടതും. അത്തരം സഹായം, അത്തരം മഠത്തിൻ്റെ സഹായം ഇനിയും കേരളത്തിന് ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും അമൃതപുരിയിലെത്തിയതും അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയതും. അമൃതാനന്ദമയി മഠത്തിൽ പോയി അമൃതാനന്ദമയ്യെ കാണുക മാത്രമല്ല വി.ഡി. സതീശൻ ചെയ്യുന്നത്. അദ്ദേഹം UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ്, തികഞ്ഞ ഭക്തനാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ നിരീശ്വരവാദികളെ അഭിനയിക്കുന്നവരല്ല. മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭനെ പോയി തൊഴുതാണ് അനുഗ്രഹം വാങ്ങിയത്. പിന്നാലെ 2 or 3 തവണ ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പനെ കണ്ടും അനുഗ്രഹം തേടി. മണ്ഡല മകരവിളക്ക് സീസണാകുമ്പോൾ ഉറപ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെട്ടും കെട്ടി ശബരിമലയിലും എത്തിയിരിക്കും. കാരണം അതാണ് വി.ഡി. സതീശനും, അതാണ് വി.ഡി. സതീശൻ്റെ വിശ്വാസവും ഭക്തിയുമൊക്കെ. പക്ഷേ ഇതൊക്കെ കണ്ട് ഹാലിളകുകയാണ് മുസ്ലിം ലീഗുകാർ. ലീഗ് ജനറൽ സെക്രട്ടറി PM സലാമിനൊന്നും പറയാൻ പറ്റില്ല. ലീഗിൻ്റെ പരമോന്നത നേതാവായ പാണക്കാട് തങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടിക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആര് പറയണം? മന്ത്രിസഭയിലെ രണ്ടാമനായ P.K. കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിലെ രണ്ടാമനായ P.K. കുഞ്ഞാലിക്കുട്ടി നോക്കിയിരിക്കുമ്പോൾ PM ഷാജി ഇതാ മുഖ്യമന്ത്രിക്കെതിരെ കൂരമ്പുകൾ, രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുകയാണ് 2 മാസം തികഞ്ഞ ആ വേളയിൽ തന്നെ. ഇതിൻ്റെ അർത്ഥം UDF സർക്കാരിന് തലവേദനയായി മാറാൻ പോകുന്നത് പ്രതിപക്ഷമല്ല, സ്വന്തം മുന്നണിക്കകത്തെ മുസ്ലിം ലീഗ് തന്നെയാണ്. നിലപാടുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ലീഗ് മന്ത്രിമാർ തങ്ങൾ കടുത്ത
ഇസ്ലാം പക്ഷക്കാരാണെന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ മതേതര സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയ UDF സർക്കാരിന് കടുത്ത തലവേദനയും കീറാമുട്ടിയുമായി മാറിയിരിക്കുകയാണ് ഇതാ UDFിലെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ. ഇവരെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എങ്ങനെ നിലയ്ക്ക് നിർത്തും എന്നാണ് ഇനി അറിയേണ്ടത്. പ്രതിപക്ഷത്തെ അടിച്ചിരുത്തി സ്വന്തം കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിലെയും അനാവശ്യത്തിന് ശബ്ദമുയർത്തിയ നേതാക്കളെല്ലാം അടിച്ചിരുത്തിയ വി ഡി സതീശൻ എങ്ങനെ ലീഗിലെ മന്ത്രിമാർക്കെതിരെ എപ്പോൾ എത്തരത്തിൽ കടുത്ത നടപടിയെടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.